പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ദിവ്യ സന്തോഷ്. ഇതെൻ്റെ മകൻ സാവിയോ സന്തോഷ്. ഞങ്ങൾ വരുന്നത് ഇടുക്കി ജില്ലയിലെ ചെല്ലിയാമ്പാറ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2024 സെപ്റ്റംബർ 21-ാം തീയതിയാണ്. യൂട്യൂബ് വഴി സാക്ഷ്യം കണ്ടതിനെ തുടർന്നാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ മോന് ലഭിച്ച അത്ഭുതകരമായ രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് മെയിനായിട്ട് ഞങ്ങളിവിടെ നിൽക്കുന്നത്. എൻ്റെ മോന് അഡിനോയിഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജനനേന്ദ്രിയത്തിന് പ്രശ്നമുണ്ടായിരുന്നു. 3-4 വർഷങ്ങളായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും മാറുന്നില്ലായിരുന്നു. ജനനേന്ദ്രിയത്തിന് വേദന വരുമ്പോൾ അവന് തലകറക്കം ഉണ്ടാകുമായിരുന്നു. മൂക്കിന് ഇടയ്ക്ക് ശ്വാസം കിട്ടാതെ വരുമായിരുന്നു. പൂർണ്ണമായിട്ടും ശ്വാസം എടുക്കാൻ പറ്റിയിരുന്നില്ല. കഴിഞ്ഞ മാസം ജനുവരി 9-ാം തീയതി ഞാൻ ഇവിടെ പുതുക്കാൻ വരുന്നേക്ക് മുമ്പായി ഇത് രണ്ടും ശക്തമായിട്ട് ഇവന് കൂടി. അപ്പം ഞാൻ അന്ന് വരുമ്പോൾ ഇവനെയും കൂടി കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പോകുന്നപ്പോൾ ഇവനെയും കൂടി ഇവിടെ കൊണ്ടുവന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായി. അത് കഴിഞ്ഞ് അച്ഛൻ തൈലം തൊട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നു. അത് ബാത്റൂമിൽ പോയി ജനനേന്ദ്രിയത്തിൽ ഇവൻ്റെ ജനനേന്ദ്രിയത്തിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേർച്ച വസ്തുക്കൾ വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു, മൂക്ക് ഓപ്പണായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, അമ്മ എനിക്കൊരു കീ ചെയിൻ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവന് വീട്ടിലെ തെർമോക്കോളും കൊണ്ട് അൾത്താര പോലെ സെറ്റ് ചെയ്തിട്ട് അതിൽ രൂപങ്ങൾ പറക്കി വെക്കുമായിരുന്നു. അപ്പോൾ അവിടെ അവന് തൂക്കിയിടാനാന്ന് എന്നോട് പറഞ്ഞു. ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ പറഞ്ഞു പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചു തരാം, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ കൃപാസന മാതാവിൻ്റെ മുഖഭാവില്ലേ അതുപോലുള്ളൊരു ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്നു. ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരു 35 വയസ്സിൽ താഴെ പ്രായം കാണുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, കീ ചെയിൻ വാങ്ങിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിശയിച്ചത് ആരാ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പിന്നെ ഓർത്ത് എൻ്റെ തൊട്ട് പുറകെ നിന്ന് അങ്ങനെ എങ്ങനെ കേട്ടതായിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊരു കീ ചെയിൻ വാങ്ങിച്ചു തരാൻ എനിക്ക് തോന്നുവാന്ന് പറഞ്ഞു. ഭയങ്കര കൃപയാട്ടോ ആ ചേച്ചിയുടെ മുഖത്ത്. ഭയങ്കര സൗമ്യതയാണ്, പഞ്ചപാവമാണ്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ കയ്യിൽ പൈസയുണ്ട്, ഞാൻ വാങ്ങിച്ചോളാം, അത് ഏത് പാവങ്ങൾക്ക് കൊടുത്തേരെ, ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് തന്നിട്ട് നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഞാനും ഒന്ന് ഉടമ്പടി പുതുക്കിയിട്ട് നിൽക്കുവാണെങ്കിൽ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്ക് കയറി നിന്നു. ശരിക്കും അധികാരത്തോടു കൂടിയുള്ള പെരുമാറ്റമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. എൻ്റെ മുമ്പിൽ കയറി നിന്ന് വെച്ചിട്ട് മോനോട് കുനിഞ്ഞ് ചോദിച്ചു, മോന് വേണോന്ന് ചോദിച്ചു. ഇപ്പം ഇവനോട് നേരത്തെ മുതൽ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്ന പരിചയമില്ലാത്തവർ ആരെന്ത് തന്നാലും അങ്ങനെ വാങ്ങിക്കാനൊന്നും പോവണ്ട. ഇവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ട് അത് ഒതുക്കി മനസ്സിൽ തന്നെ വെക്കാറേ ഉള്ളൂ. എല്ലാം സാധിച്ചു കൊടുക്കാനൊന്നും നമ്മളെക്കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെ പറയല്ലടാ കണ്ണാന്ന് പറഞ്ഞ് വലത് കൈകൊണ്ട് ഈ കീ ചെയിന് ഇവൻ്റെ ഈ വലത്ത് പോക്കറ്റിലിട്ട് കൊടുത്തു. ഇവൻ ഈ സൈഡിലാണ് നിൽക്കുന്നത്, ഈ അമ്മ ഈ സൈഡിൽ നിൽക്കുന്നു. സ്വാഭാവികമായിട്ട് ഈ വലത് കൈ കൊണ്ട് ഇടത് പോക്കറ്റിൽ ഇടാനാണ് നമുക്ക് തോന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് മുമ്പ് തന്നെ ഇവനോട് ചോദിച്ചു, മോൻ ഇതിൽ ഏത് കീ ചെയിനാണ് ഇഷ്ടമെന്ന്. അപ്പോൾ ഇവനൊന്നും മിണ്ടിയില്ല. അപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് മോൻ ഈ കീ ചെയിൻ തരാനാണ് ഇഷ്ടമെന്നും പറഞ്ഞ് ഈ കീ ചെയിൻ ഇട്ട് കൊടുത്തു. ആ കയ്യിൽ 2 കീ ചെയിൻ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഇതാ ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ ഓർത്തു ഇത് കഴിഞ്ഞിട്ട് അങ്ങ് പോകുമായിരിക്കും, ഉടമ്പടി എടുത്ത് ഇങ്ങനെ കൃപയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കും എന്നാണ് ഞാൻ അത്രയും നേരം വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് വെച്ചിട്ട് അങ്ങ് മാറി നിന്നേച്ചിട്ട് പിന്നെയും തിരിഞ്ഞ് അവിടെ തന്നെ നിന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ ഞാൻ ക്യൂവിലുണ്ടായിരുന്നു കേട്ടോ, ഞാൻ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, മോൻ്റെ അസുഖങ്ങളൊക്കെ മാറിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞു. എന്ന് വെച്ചിട്ട് അങ്ങ് നടന്നു പോയി കേട്ടോ. അപ്പം എനിക്ക് ആ പാക മൊത്തം എൻ്റെ തലയ്ക്ക് കിട്ടുന്നത്, വേഗം പോയി ആ വാതിലില്ലേ നേർച്ച വസ്തുക്കളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇറങ്ങുന്ന ആ വാതിൽ അവിടെ ചെന്ന് നോക്കി നിന്നോളാൻ. അപ്പം ഞാൻ ഇവനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് നിന്നപ്പം ഈ അമ്മ കുറേ നടന്നങ്ങ് പോകുന്നോടും കണ്ടു. ആ സമയത്ത് തന്നെ ഒരു സെൻറ്റ് നല്ല സുഗന്ധം ഫീൽ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ഇവിടെ വന്നിട്ട് പോകുമ്പോൾ അമ്മ നമ്മളെ സ്വീകരിക്കുന്നതായിരിക്കുമെന്ന്. ആ സെൻറ്റിൻ്റെ സ്മെല്ല് തന്നെ ഞാൻ 2ാമത് ഇവിടെ പുതുക്കാൻ വന്നപ്പോൾ നമ്മുടെ ഇവിടെ സമയ ഘടികാരം നെഞ്ചിലേറ്റി അമ്മയുടെ ഫോട്ടോ ഉണ്ടല്ലോ, അവിടെ നിന്നപ്പോൾ അതുപോലെ സുഗന്ധം അനുഭവപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിക്ക് ഇങ്ങനെ സുഗന്ധം അനുഭവപ്പെടുന്നുണ്ടോ? അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, കൊച്ചു പറഞ്ഞപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു, മാതാവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ആട്ടോ എന്ന് പറഞ്ഞു.
അതുപോലത്തെ സുഗന്ധം തന്നെയാണ് അന്ന് അനുഭവപ്പെട്ടത്. ചെറുതായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രം. അപ്പം ഞാൻ ഫുഡ് ഇവന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവന് തല കറങ്ങുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോൻ്റെ മനസ്സിൽ എന്നാ വിഷമാവും? പറഞ്ഞു, അമ്മേ ഈ കീച്ചൻ തന്നിട്ട് പോയില്ലേ, അപ്പോൾ ഈ പപ്പ വീട് ചിലപ്പോൾ വഴുക്ക് പറയും, ഞാനിങ്ങനെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ച് തന്നാന്ന് തന്നെ പറയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കൊച്ചു വിഷമിക്കേണ്ട, ഞാൻ വേറെ ഒരെണ്ണം വാങ്ങിച്ച് തന്നോളാം, നമുക്കിത് വേറെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനുണ്ടല്ലോ ഇവിടെ വന്ന് വേറെ കീച്ചയും വാങ്ങിച്ചിട്ട് ബസ്സിൽ കയറിയപ്പോൾ ഒരു പാവപ്പെട്ട ഒരു കൊച്ചിനെ കണ്ടു. ആ കൊച്ചിന് ഞാൻ ഈ കീച്ചയും കൊടുത്തു. അതിന് മുമ്പ് എന്നെ ഇത് കൊടുക്കണ്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നും കേട്ടോ. ഒരു സൈഡിൽ ദാനമായി കിട്ടി, ദാനമായി തന്നെ കൊടുക്കണം, അങ്ങനെ തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുക. അങ്ങനെ ഞാൻ ആ കൊച്ചിന് കൊടുത്തു. എന്നിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അതെന്താ അങ്ങനെ കാണിച്ചത്, അത് മാതാവ് തന്നതല്ലായിരുന്നോ, അത് ചിന്തിക്കാനുള്ള വിവേകം നിനക്ക് ഉണ്ടായില്ല, അതാ സംഭവിച്ചേ, ഇനി പോയത് പോട്ടെ, കൊടുത്തത് ആരുടെയും കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേറെ ഒരു ആത്മീയമായ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയോടും കൂടി ഞാൻ പറഞ്ഞു, ഇങ്ങനെ വന്ന ഒരു സ്ത്രീ ഞങ്ങളുടെ അടുത്ത് വന്നു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു, അത് മാതാവ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്യൂവിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ പറയൂന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ ഇവിടുന്ന് ചെന്ന് വീട്ടിൽ ചെല്ലുന്നത്. ആ രാത്രിയും പിറ്റേ ദിവസം ശനിയാഴ്ച ആ രാത്രി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ട് നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമാകും, അങ്ങനെ പറഞ്ഞ വാക്ക്. ഞാൻ ശനിയാഴ്ച ഞങ്ങളെ വണ്ടിയെ കൊണ്ടുവരുന്ന ആ ചേട്ടനോട് വിളിച്ചു ചോദിച്ചു, ഞങ്ങളെ വണ്ടിയെ കൊണ്ടുവരുന്ന ചേട്ടനോട് ഞാൻ വിളിച്ചു ചോദിച്ചു, ചേട്ടാ ആ വണ്ടിയെ വരുന്ന 2 പിള്ളേരെയും കൊണ്ട് വന്ന അമ്മയുടെ നമ്പർ അറിയും, എനിക്ക് പേരറിയത്തില്ല, അവരുടെ വീട്ടുപേരറിയില്ല, ഒന്നും അറിയത്തില്ല. ആകെ മൊത്തം ആ ചേട്ടത്തി അന്ന് ബസ്സിൽ വെച്ച് ഒന്ന് അരിശപ്പെട്ടായിരുന്നു കേട്ടോ, അവരുടെ വിഷമം കൊണ്ടാന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു, അരിശപ്പെട്ട ആ ചേട്ടത്തിയുടെ നമ്പർ തരുമോ? പല പ്രാവശ്യം വിളിച്ചിട്ടും ആ ചേട്ടൻ തന്നില്ല. പിന്നെ തരാമെന്ന് എന്നോട് പറഞ്ഞു, പക്ഷേ ആ ചേട്ടൻ്റെ ഓരോ കാരണങ്ങൾ കൊണ്ടാണ് തരാതിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞില്ല, ഹസ്ബൻഡിനോട് പറയാതെ ഞാൻ പോകുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയും. അപ്പം ഞായറാഴ്ച ഞാൻ ഉടമ്പടി പത്രം കൊടുക്കാൻ പോയി തീരാറാകുന്ന സമയത്ത് ആ ചേട്ടൻ എനിക്ക് വിളിച്ച് ഫോൺ നമ്പർ തന്നു. അപ്പോൾ സന്തോഷമായി, ഇനി എനിക്ക് വിളിച്ചാൽ കിട്ടുമല്ലോ. പിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല. പിന്നെ എനിക്ക് ആകെ മൊത്തം വിഷമമായി. ഞാൻ അപ്പം തന്നെ മാതാവിനോട് മാപ്പ് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ. ഇത് കർത്താവിൻ്റെ അമ്മ തന്നതാണ്, എനിക്ക് ഞങ്ങൾക്ക് അത് തിരിച്ചു തരണം. എനിക്ക് അറിവില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ്. അത് ഞങ്ങൾക്ക് മാതാവ് തന്നതാണ്, ഈ തിരിച്ചു തന്നാൽ മതി, ഇല്ലെങ്കിൽ തിരിച്ചു തരണ്ട. എന്നിട്ട് ആ ചേട്ടൻ പറഞ്ഞ സ്ഥലപ്പേര് ആ ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. ആ സ്ഥലത്ത് ഞാൻ ഇറങ്ങിയിട്ട്, ആ സ്ഥലത്തോടടുത്ത് ഞാൻ ഇറങ്ങിയിട്ട് അവിടെ ഞാൻ പത്രം കുറച്ച് കൊടുത്തിട്ട് ഞാൻ അവരോട് ചോദിച്ചു, മോളി എന്നാ ചേച്ചിയുടെ പേര്, അവരുടെ വീട് അറിയുമോ? ആ ചേട്ടൻ അവിടെ ഉള്ളവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ പോയി ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ റോഡിൻ്റെ മുകളിൽ വണ്ടി നിർത്തിയിട്ട് ഉടമ്പടി ലോക്കറ്റ് കൈ പിടിച്ചിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എങ്ങനെയാലും എനിക്ക് കാണിച്ചു തരണം, നേരം പോകുന്നേക്കെപ്പെങ്കിലും ഇനി ഇതുകൊണ്ട് എനിക്ക് പോകണം, ഇല്ല എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ കരഞ്ഞ് തീർക്കേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഉടമ്പടി ലോക്കറ്റും പിടിച്ച് ആ വഴി കൂടെ താഴേക്ക് നടന്ന് ചെന്നപ്പോൾ ഒരു വലിയൊരു വീട് കണ്ടു. അതല്ലാന്ന് എൻ്റെ മനസ്സിൽ തന്നെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് തൊട്ട് താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു വീട് കണ്ടു. അപ്പോൾ ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അവിടെ ചെന്നതേ ആ ഒരു രണ്ട് പിള്ളേരുണ്ടായിരുന്നു. അതിലൊരു കൊച്ചു മുറ്റത്തിരിപ്പുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ കീസയും കൊടുത്ത് ആ കൊച്ചിനെ വിളിച്ചു. ആ സമയത്ത് ഞാൻ മുറ്റത്തേക്ക് കയറുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അനുഭവം ഉണ്ടാവുക കേട്ടോ. ശരിക്കും ശരീരം കുളിര് കൂറുന്ന പോലത്തെ ഒരു അനുഭവം. അപ്പോൾ എനിക്ക് മനസ്സിലായി, മാതാവ് തന്നത് തന്നെയാണ്, ഞാൻ കാണിച്ചതായിരുന്നു പൊട്ടത്തരമെന്ന്. അപ്പം ഞാൻ കൊച്ചിനോട് ചോദിച്ചു, മോനെ ചേച്ചി തന്ന കീച്ചയും മോൻ്റെ കയ്യിലുണ്ടോ? അപ്പോൾ ആ കൊച്ച് എന്നോട് പറഞ്ഞു ഉണ്ടെന്നും പറഞ്ഞ് എനിക്ക് എടുത്തു തന്നു. ഞാനത് വേഗം പോക്കറ്റിലിട്ടിട്ട് 80 രൂപ ഞാൻ ആ കൊച്ചിന് കൊടുത്തു. ഞാൻ പറഞ്ഞു, മോൻ്റെ മനസ്സ് വേദനിക്കരുത്, ചേച്ചി അറിയാതെ മോന് തന്നു പോയത്, ഇത് വേറൊരാളുടെയാണ്, മോൻ ഇതുപോലൊരെണ്ണം അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് കൊണ്ടുവന്ന് എൻ്റെ മാതാവ് കണ്ണാന്ന് വിളിച്ച അവൻ്റെ കയ്യിൽ ഞാനത് ഏൽപ്പിച്ചു. പിറ്റേ ദിവസം മുതൽ ഞങ്ങളുടെ വീട്ടിൽ ശരിക്കും രോഗങ്ങൾ കടുത്തു കേട്ടോ. ചേട്ടൻ ആ മാതാവാന്ന് പറഞ്ഞ് ആദ്യമേ മാതാവ് തന്നാന്ന് പറഞ്ഞത്. ചേട്ടൻ്റെ കണ്ണിൽ കരട് വീണിട്ട് ഇൻഫെക്ഷനായി, മരുന്ന് വാങ്ങിച്ചിട്ട് കുറഞ്ഞില്ല. ആ ഒപ്പം തന്നെ ഇവന് ജനനേന്ദ്രിയത്തിന് വേദന കൂടി. അങ്ങനെ പക്ഷേ ഇത് നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. ഇവൻ്റെ ജനനേന്ദ്രിയത്തിൻ്റെ തൊലി ബാക്കിലേക്ക് പൊട്ടി മാറി. അത് ബാക്കിലേക്ക് മാറാത്തതുകൊണ്ടാണ് വേദന എടുത്തുകൊണ്ടിരുന്നത്, തല കറങ്ങിക്കൊണ്ടിരുന്നത്. ചെറിയൊരു ഭാഗം മാത്രം വിടാൻ ബാക്കിയായിട്ട് നിന്നു. അതിന് ചെറിയൊരു ട്രീറ്റ്മെൻറ്റേ വേണ്ടി വന്നുള്ളൂ. മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം സൗഖ്യപ്പെട്ടതാണ്. ദൈവം ഞങ്ങൾക്ക് സാധിച്ചു തന്നതാണ്. അല്ലെങ്കിൽ ഇത് 2 ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. മാതാവിന് ഈശോയ്ക്കും നന്ദി. അടുത്തതായിട്ട് പറയാനുള്ളത്, എനിക്കൊരു വിഷമം കയറുന്ന പോലത്തെ ഒരു പീഡയുണ്ടായിരുന്നു.
ഇപ്പോൾ ഈ വിഷമം കയറുന്ന പോലത്തെ പീഡ വരുമ്പോൾ പൈശാചികമായിട്ടുള്ളൊരു പീഡ തന്നെയാണ്. ആ സമയത്ത് എനിക്കത് വിശദീകരിക്കണം പറയണമെങ്കിൽ ഒരു മനുഷ്യൻ എന്നെ കുത്തിക്കൊന്നാൽ അതിലും പുണ്യം കിട്ടും. അതുപോലെ ശക്തമാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ഞാൻ പല പ്രാർത്ഥനകളും പ്രാർത്ഥിച്ചു നോക്കി, മാറുന്നില്ലായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് മാതാവ് വഴി ഈശോ എനിക്ക് മാറ്റി തന്നു. മാതാവ് അതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞു, സേവ എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞു തരുമായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ചൊന്നും വലിയ കാര്യമായിട്ടൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. എൻ്റെ സ്വർഗസ്നായ പിതാവിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ദൈവം എനിക്ക് സാധിച്ചു തന്നതാണ്. ഈ മാതാവ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഞങ്ങളോട് സംസാരിച്ചു എന്ന് പറയാൻ കാരണം ഒരു കാര്യമോടെ പറയാം. ഞങ്ങളോട് പറഞ്ഞത് ക്യൂവിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ വന്ന അമ്മയുടെ കയ്യിലുണ്ടല്ലോ, ഈ കയ്യിൽ ഒരു പൊതി മാത്രമേ ഉള്ളൂ. പേഴ്സില്ല, ബാഗില്ല, ഒന്നുമില്ല. ഈ കയ്യിൽ 2 കീ ചെയിൻ മാത്രം. ഈ കയ്യിൽ ഇവിടെ നമ്മൾ നേർച്ച വസ്തുക്കൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു പാക്കറ്റ്. അതുകൊണ്ട് എങ്ങനെ അച്ഛനെ കാണുന്നേ? ഉടമ്പടി എടുക്കുന്ന പത്രം വേണം, അതുകൂടാതെ അച്ഛനെ കാണാനുള്ള ഡീറ്റെയിൽസ് വേണം. ഇതൊന്നും ആ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ക്യൂവിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അറിയാലോ, അത് അമ്മ നുണ പറഞ്ഞിട്ടുമില്ല. അമ്മേനെ കാണാനുള്ള കാഴ്ച ഞങ്ങൾക്ക് ഉണ്ടായില്ല, അത് തന്നെയാണ് സത്യം. പിന്നെ അമ്മ നോക്കുന്ന നോട്ടം, എനിക്ക് ഈ കീസയും കൈ കിട്ടിക്കഴിഞ്ഞിട്ടാട്ടോ ഇത് രണ്ടും ബോധ്യമാകുന്നത്. ഈ മാതാവിൻ്റെ കണ്ണൊന്ന് ശ്രദ്ധിച്ചേ, അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നി. ഈ അമ്മ എങ്ങനെ നോക്കുമോ അതുപോലെ തന്നെയാണ്. വ്യത്യാസം എന്ന് പറയുന്നത് ഇത്രയും കവളുണ്ടായിരുന്നില്ല, അത് മാത്രം എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയുള്ളൂ. പിന്നെ ഹൈറ്റൊക്കെ എൻ്റെ അത്ര ഹൈറ്റേ ഉള്ളൂ, നോർമൽ ഗ്രാമറാണ് തോന്നിയത്. പിന്നെ എൻ്റെ കാഴ്ചപ്പാട് ഞാൻ മാതാവിനെ ചിന്തിച്ച് വെച്ചിട്ട് നല്ല ഹൈറ്റുള്ള അമ്മ, അതിസുന്ദരിയായ അമ്മ, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാതെ പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഈ ഫോട്ടോ വരയ്ക്കാനിടയായത്, എനിക്ക് കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വരയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നേരത്തെ മുതൽ ചിത്രമൊക്കെ വരയ്ക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വരച്ചു വന്നപ്പോൾ സമയ ഘടികാരം വെച്ച് അമ്മേനെ വരയ്ക്കണമെന്ന് തന്നെ എനിക്ക് തോന്നി. അങ്ങനെ ഞാനാണ് ഈ അമ്മേനെ ഫോട്ടോ വരച്ചു. വീട്ടിനുള്ളിൽ തൂക്കാൻ വേണ്ടിയിട്ടാണ് വരച്ചു വെച്ചത്. പക്ഷേ ഇത് വരച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വചനം, മലമുകളിൽ പണിതുയർത്തിയ പട്ടണം മറച്ചു വയ്ക്കുക സാധ്യമല്ല, വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്, അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. ആ വചനം വിശ്വസിച്ചാണ് ഞാൻ ഈ ചിത്രം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഒരു സാക്ഷി നമ്മൾ കേട്ടു. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കൈയടിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വാടിപ്പെട്ടിയിൽ 2011 മാതാവിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഞാൻ ഫെയിൻ്റായി പോയെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കകത്ത് കയറാൻ കഴിഞ്ഞില്ല. എന്നോട് അമ്മ അന്ന് മനസ്സിൽ തോന്നിച്ച, ആദി നിൻ്റെ മുമ്പിൽ ഇതിനേക്കാൾ വ്യക്തമായിട്ടാണ്, വാടിപ്പെട്ടിയേക്കാൾ വ്യക്തമായിട്ടാണ് ഞാൻ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് നീ ഈ 2004 തൊട്ട് 2011 വരെ ഈ വിഷയത്തിലൊന്നും ചെയ്തില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് പേടിയായിട്ടാണ് ഇങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരെ പറ്റിച്ച് ധ്യാനകേന്ദ്രത്തിൽ ആളെ കൂട്ടാൻ വേണ്ടിയാണെന്ന് സഭ വിചാരിക്കും. പിന്നെ സഭയിൽ നിന്ന് സസ്പെൻഷനൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണെന്ന് അമ്മയോട് പറഞ്ഞു. ശ്രുതി പറഞ്ഞില്ല, മനസ്സിൽ പറഞ്ഞു. പക്ഷേ എന്നാലും എനിക്കകത്ത് കയറാൻ കഴിഞ്ഞില്ല. അടുത്ത് കയറാൻ കഴിയാതെ ഞാൻ തിരിച്ചു പോരേണ്ടി വന്നെനിക്ക്. വിജയകുമാറിന് ഞാൻ 1000 രൂപ കൊടുത്തിട്ട് എനിക്ക് വേണ്ടി നേർച്ചയിടാൻ പറഞ്ഞു. അതിന് വിജയകുമാർ സാക്ഷിയാണ്. ഞാൻ തിരിച്ചു പോരുമ്പോൾ വണ്ടിയിൽ കയറുമ്പോൾ അമ്മ എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നു. ആദ്യത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബം നിറവേറാൻ ഇടയാക്കണമേ എന്നാണ് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉണ്ടായിരുന്നത്. അപ്പം അന്ന് ജോമോൾ സിസ്റ്റർ ഇവിടെ ഉണ്ട്. അവർ ജസ്റ്റ് വന്നൊരു കാലമായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു സാധാരണ ആധ്യാത്മിക വിഷയങ്ങളൊക്കെ എഴുതുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതും ഇവരായിരുന്നു ഇവിടുത്തെ സെക്രട്ടറി, ലൈബ്രറിയുടെ സെക്രട്ടറി, കൾച്ചറൽ സെക്രട്ടറിയൊക്കെ. അപ്പം ഞാൻ ജോൺ മിസ്റ്റേഴ്സിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നടന്നു വാടിപ്പെട്ടിയിൽ. അപ്പം എന്നോട് ചോദിച്ചു, മെസ്സേജ് എടുത്തില്ലേ ബൈബിള്? ഞാൻ പറഞ്ഞു മെസ്സേജ് എടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്ത് മെസ്സേജ് കിട്ടി? അപ്പോൾ ഞാൻ പറഞ്ഞു, വിളക്ക് കൊളുത്തി ആരും പറയുടെ അടിയിൽ വെക്കാറില്ല, അത് ദീപപീഠത്തിന്മേലാണ് വെക്കണതെന്ന് അമ്മ പറഞ്ഞെന്ന് പറഞ്ഞ്. ഇപ്പം വീണ്ടും അമ്മ അത് തന്നെയാണ് ഇവരിലൂടെ സന്ദേശം തരണത്. ഇത് ദീപപീഠത്തിന്മേൽ വെക്കാനുള്ളതാണ്. എല്ലാ മനുഷ്യരും അറിയണം, ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറണം. ഉടമ്പടി എടുക്കുന്നവരെല്ലാം തങ്ങളുടെ വിശ്വാസം ദീപപീഠത്തിന്മേൽ വെക്കണം, അല്ലാതെ താഴെ വെക്കുകയോ മൂടി വെക്കുകയോ ചെയ്യരുത്. വിശ്വാസം ഏറ്റുപറയാനും പ്രത്യക്ഷീകരണം ഏറ്റുപറയാനും
അതിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി ലോകത്തിന് കൈമാറാൻ വേണ്ടിയുള്ള ദൈവിക സ്വർഗീയ നടപടിയായിട്ടാണ് അമ്മ നമുക്ക് ഉടമ്പടി തന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ നിങ്ങളുടെ സ്വകാര്യമായ ജീവിത പ്രശ്നങ്ങളിലേക്ക് കുടുങ്ങിപ്പോരുത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വാസം ദീപപീഠത്തിൽ വെച്ചുകൊണ്ട് 10 മനുഷ്യരുടെ മുമ്പിൽ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അക്രൈസ്തവ സഹോദരങ്ങൾക്ക് സാക്ഷ്യം പറയുമ്പോൾ അവർ പ്രത്യേകം പറയും, അമ്മ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയെന്ന്. അപ്പോൾ അവർക്ക് ബോധമുണ്ട് അതിനെക്കുറിച്ച് എന്താണ് നടക്കുന്നത്. കൃപാസനത്തിലെ ഇതൊരു ധ്യാന കേന്ദ്രമൊന്നുമല്ല, മറിച്ച് ദൈവിക പ്രത്യക്ഷപ്പെടലിന് സ്വർഗീയമായ ഒരു ലക്ഷ്യമുണ്ട്. അത് ലോകം മുഴുവൻ അറിയേണ്ടതാണ്. അങ്ങനെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യണതെന്നുള്ള ബോധ്യം വീണ്ടും അമ്മ അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി കൈയടിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തിന് നന്ദി പറയാം. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതവും. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? അമ്മ പറഞ്ഞ പോലെ മൂക്കിനും ശരീരത്തിനും അസുഖം മാറ്റിത്തന്ന കൃപാസന മാതാവിൻ്റെ തൃത്വ ദൈവത്തിന് ഓടാനും കൂടി നന്ദി പറയുന്നു. കഴിഞ്ഞ മാസം 9-ാം തീയതി ഞങ്ങളിവിടെ ഒന്ന് പോവാനിരിക്കുമ്പം ഈ മാതാവിൻ്റെ മോഭാവമുള്ള ഒരു ചേച്ചി ഞങ്ങളടുത്ത് വന്നിട്ട് എൻ്റെ അമ്മയോട് ചോദിച്ചു, കീച്ചയും വാങ്ങിച്ചോന്ന്. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു ഇല്ലയെന്ന്. അപ്പം എൻ്റെ കർത്താവിൻ്റെ അമ്മ പറഞ്ഞു, എനിക്ക് നിങ്ങൾക്കൊരു കീച്ചയും മേടിച്ച് തരാൻ തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, അയ്യോ വേണ്ട, എന്തെങ്കിലും പാവങ്ങൾക്ക് കൊടുത്താൽ ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്, വേണമെങ്കിൽ ഇപ്പോൾ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കർത്താവിൻ്റെ അമ്മ പറഞ്ഞു, ഞാനിങ്ങനെ കൊണ്ടു തന്നിട്ട് നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമാവുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് എൻ്റെ അമ്മയുടെ മുമ്പിൽ എൻ്റെ കർത്താവിൻ്റെ അമ്മ കയറി നിന്നിട്ട് കുഞ്ഞ് എന്നോട് ചോദിച്ചു, മോന് വേണമെന്ന്. അപ്പോൾ എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കർത്താവിൻ്റെ അമ്മ പറഞ്ഞു, അങ്ങനെ പറയല്ലേടാ കണ്ണാന്ന് പറഞ്ഞ് എൻ്റെ വലുത് കവിളി പിടിച്ചു. എന്നിട്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മ 2 കീച്ചയും കാണിച്ചിട്ട് ചോദിച്ചു, മോന് ഇതിലേതാ ഇഷ്ടമെന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്നും പറഞ്ഞില്ല. അപ്പം എൻ്റെ കർത്താവിൻ്റെ അമ്മ എനിക്ക് മോന് ഇതാ തരാൻ തോന്നുന്നതെന്ന് പറഞ്ഞ് എൻ്റെ വലുത് പോക്കറ്റിൽ ഈ കീച്ചൻ ഇട്ടിട്ട് ഇത് നീങ്ങി നിന്നിട്ട് പറഞ്ഞു, മോനെ ഞാൻ ക്യൂവിലുണ്ടായിരുന്നു, മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, മോൻ്റെ എല്ലാ അസുഖം മാറിക്കോളും. എന്നിട്ട് പോയി. ഉടമ്പടി എഴുത്ത് വഴി ആത്മീയമായിട്ട് ദൈവമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചു. ഏറ്റവും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നേടി ഇത്രയും പുതുക്കിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ നേടിയെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഒരു വിഷമം വന്നാലും എന്നോട് പറയാറുണ്ട്, ദൈവം ഉണ്ടെന്ന് പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ കുടുംബത്തിലൊക്കെ വെച്ചാലുണ്ടല്ലോ അവഗണിക്കപ്പെട്ടു, അല്ലെങ്കിൽ വലിയ സ്നേഹമൊന്നും കിട്ടേണ്ട പരിഗണന കിട്ടാതെയൊക്കെ പലപ്പോഴും പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാൻ സാധിക്കും, എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് എനിക്ക് സ്ഥാനമുണ്ട്. ആ സ്നേഹം കൂടുതലായിട്ട് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത് ഈ ഉടമ്പടി എടുത്തത് വഴിയാണ്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത്, ഞങ്ങൾ രോഗികൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. പ്രായമായ അമ്മമാരെ ചെന്ന് കണ്ട് അവർക്ക് ചെറിയ ഫുഡുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പത്രം വിതരണം ചെയ്ത് പൊതുസ്ഥലങ്ങളിലാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ഇത്രയും ഞങ്ങൾക്ക് ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ത്രിത്വിക ദൈവത്തിനും കോടാനും കോടി നന്ദി. എൻ്റെ പേര് നീനറ്റ്. ഞാൻ കാലടി അടവക എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. 2019 ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത്. ഇതിനു മുന്നേ 2 പ്രാവശ്യം ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ മാതാവിനെ അനുഗ്രഹിച്ചു. കൃപാസന മാതാവിനും ഉണ്ണീശോയ്ക്കും ഞാൻ എന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് അതിയായ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഉടമ്പടി സാക്ഷ്യം ആരംഭിക്കുകയാണ്. ഞാൻ മെയിനായിട്ട് സാക്ഷ്യം പറയുന്നത് എനിക്ക് ജോലി ലഭിച്ചതിന് നന്ദി സൂചകമായിട്ടാണ്. ഞാൻ ബാംഗ്ലൂർ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമായിരുന്നു. എനിക്ക് 10% ഇൻക്രിമെൻറ്റ് വേണമെന്ന് തോന്നി. ഞാനപ്പോൾ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ മാതാവിൻ്റെ അടുത്ത് നിയോഗമായിട്ട് ഇട്ടു, എനിക്ക് 10% സാലറി ഇൻക്രിമെൻറ്റ് തരണമെന്ന്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേറൊരു ഓർഗനൈസേഷൻ്റെ റിക്രൂട്ട്മെൻറ്റ് കാണിച്ചു തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ അപ്ലൈ ചെയ്യാൻ. എനിക്ക് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, കാരണം അത് വളരെ വലിയൊരു സ്ഥാപനമായിരുന്നു. എനിക്ക് കിട്ടില്ല എന്നാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത്. ഞാനത് ഒട്ടും സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ പുള്ളി എല്ലാ ദിവസവും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഞാനത് അപ്ലൈ ചെയ്തു. ഉടനെ തന്നെ അതിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിച്ചു.
അപ്പോൾ ഞാൻ എവിടെ ഇൻ്റർവ്യൂവിന് പോയാലും എന്ത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്കിന് പോയാലും ഞാൻ എൻ്റെ കൂടെ കാശുരൂപം കൊണ്ടുപോകും, മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോകും. അതെനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് തരും. മാത്രമല്ല എനിക്ക് വിജയവും ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ എൻ്റെ എല്ലാ അനുഭവത്തിൽ നിന്നും അങ്ങനെയാണ്. കാരണം 6 വർഷമായി ഞാനവിടെ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ഇടയ്ക്ക് പുതുക്കാൻ വിട്ടു പോയാലും പറ്റുമ്പോഴൊക്കെ ഓടി വന്ന് 3 മാസം 4 മാസത്തിനുള്ളിൽ പുതുക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഉടമ്പടി കാശുരൂപം എടുത്തു. നെറ്റിയിൽ തൈലം തേച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. ഇൻ്റർവ്യൂ വളരെ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം 2ാമത്തെ റൗണ്ട് അവരെന്നെ സാലറി നെഗോസിയേഷന് വേണ്ടി വിളിച്ചു. അപ്പോൾ എനിക്ക് വേണ്ട സാലറി ഞാൻ അവരോട് പറഞ്ഞു. പിന്നെ അങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് കമ്പനിയിൽ നിന്ന് മെയിൽ വരാണ്. അവർ ഞാൻ പറഞ്ഞ സാലറി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് എനിക്ക് ലഭിച്ചിരുന്ന സാലറിയേക്കാളും ഒരു 2.5 ഇരട്ടി സാലറി ആയിരുന്നു അത്. പക്ഷെ അവരത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ 2-3 ദിവസത്തിനുള്ളിൽ കോൺസ്റ്റൻ്റായിട്ട് അവരെന്നെ വിളിച്ച് എൻ്റെ കയ്യിൽ നിന്ന് അക്സെപ്റ്റൻസ് മെയിൽ ഞാൻ അയക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം അക്സെപ്റ്റൻസ് മെയിൽ അയച്ചു. എനിക്ക് ഒരുപാട് നന്ദി. മാതാവിനോട് ഞാൻ കാഴ്ചവെച്ചു. ഞാനപ്പോൾ വർക്ക് ചെയ്ത സ്ഥലത്ത് റെസിഗ്നേഷൻ കൊടുത്തു. അങ്ങനെ 1 മാസത്തെ നോട്ടീസ് പീരീഡ് എനിക്ക് ഉണ്ടായിരുന്നു. നോട്ടീസ് പീരീഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് ഫൈനൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ ലഭിച്ചില്ല. അപ്പോൾ എനിക്ക് പിന്നെ ടെൻഷനായി. കാരണം ഫൈനൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടാണ്ടാണ് ഞാൻ അവിടെ നോട്ടീസ് കൊടുത്തത്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നു, മാതാവിനോട് സംസാരിച്ചു. മാതാവിൻ്റെ മനസ്സിൽ പറഞ്ഞു, ഞാനിപ്പോൾ ഉടമ്പടി ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടുമ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, മെയ് മാസം ഒക്ടോബർ മാസമാണ് മാതാവ് കൂടുതലായിട്ടും മാതാവ് തരുന്ന കാര്യങ്ങളിൽ അത്ഭുതം നടക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ പറയണം, ഒക്ടോബർ മാസം എനിക്ക് എന്തായാലും കിട്ടും അപ്പോയിൻമെൻറ്റ് ഓർഡർ. അങ്ങനെ ഒക്ടോബർ മാസം മുഴുവൻ ഞാൻ ഒരുപാട് ജപമാല ചൊല്ലി. അതിയായ വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം മാതാവ് തന്ന ജോലിയാണ് അത് എനിക്ക് കിട്ടും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒക്ടോബർ 1 മുതൽ 31 വരെ ഞാൻ പ്രാർത്ഥിച്ച് ഒക്ടോബർ 31-ാം തീയതി വൈകുന്നേരം 5:30 മണിക്കാണ് എനിക്ക് മെയിലും ഓർഗനൈസേഷനിൽ നിന്ന് കോളും വരുന്നത്. ഫൈനൽ അപ്പോയിൻമെൻറ്റ് ഓർഡറായിട്ട് എത്രയും വേഗം ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അതിലുപരി എനിക്ക് ജോലി ലഭിക്കുന്നതിന് പോലെ തന്നെ ജോലി ചെയ്യാനുള്ള കൃപാവരവും മാതാവ് തന്നു. അതാണ് അതിലും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി കാശുരൂപം കയ്യിൽ എടുത്തിട്ടാണ് ജോലി സ്ഥലത്തേക്ക് പോകാറുള്ളൂ. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് വിജയകരമായി തന്നു. അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ അഡ്മിഷൻ, കുട്ടികളുടെ സ്കൂൾ ചേഞ്ച് ചെയ്തു, പുതിയ സ്ഥലത്തേക്കാണ് മാറിപ്പോയത്. അപ്പോൾ എനിക്ക് ടെൻഷൻ. എല്ലാവരും ചോദിച്ചു, പകുതിയിൽ വെച്ച് നീ മക്കളെയും കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യും? പക്ഷെ അതൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 2 ടേം കഴിഞ്ഞിട്ടാണ് 3ാമത്തെ ടേമിലാണെങ്കിലും ഏറ്റവും നല്ല സ്കൂളിൽ തന്നെ നല്ല രീതിയിൽ പെട്ടെന്ന് അവർക്ക് അഡ്മിഷൻ ലഭിച്ചു. ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ മാതാവ് എനിക്ക് ജോലി ചെയ്യാനുള്ള കൃപാവരം തന്നു. എൻ്റെ കൂടെ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റാണ്ട് അവർ റെസിഗ്നേഷൻ പേപ്പർ ഇട്ടു. പക്ഷേ എനിക്കും വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് തോന്നുന്നത്. ജോലി ഒരു ഭാരമായിട്ട് മാതാവ് എനിക്ക് തോന്നിച്ചിട്ടേ ഇല്ല ഇതുവരെ. അത്ര രീതിയിൽ ആ ജോലി ചെയ്യാനുള്ള കൃപാവരം മാതാവ് തന്നു. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ സാക്ഷ്യം. അതുകൂടാതെ ഞാൻ ഉടമ്പടിയിലെ ഉപ്പ് എൻ്റെ വിൽക്കാതെ കുറച്ച് നാളായി കിടന്നിരുന്ന ഒരു ഭൂമി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വിൽക്കാൻ വേണ്ടി ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കിയ ശേഷം ഉപ്പ് ആ പറമ്പിൽ കൊണ്ടുപോയിട്ടു. അതിനുശേഷം അതിങ്ങനെ കുറച്ച് പ്ലോട്ട് വിറ്റ് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോഴും ആൾക്കാർ വന്നത് വിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോവാതെ ഇരുന്ന ഭൂമിയാണത്. അത് വലിയൊരു സാക്ഷ്യമായിട്ട് ഞാൻ ഇവിടെ പറയുന്നു. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസം ഞാൻ മുടങ്ങാതെ ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനം ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ മുടങ്ങാതെ കൂടും. അപ്പം ഞാൻ വീട്ടിലിരുന്ന് അച്ഛൻ്റെ രോഗസൗഖ്യം സമയത്ത് ഞാൻ കൈവച്ച് എനിക്ക് ഒരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു, ചൊറിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്കിൻ ഡിസീസുള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. പിറ്റത്തെ ദിവസം മുതൽ എൻ്റെ ചൊറിച്ചിൽ പൂർണ്ണമായും എനിക്ക് മാറിക്കിട്ടി. അപ്പോൾ ഇത് 3ഉമാണ് മെയിനായിട്ട് ഞാൻ പറയുന്ന സാക്ഷ്യങ്ങളിവിടെ. ഞാൻ കാരുണ്യ പ്രവർത്തികൾ മുടങ്ങാതെ ചെയ്യാറുണ്ട്. രാവിലെ എല്ലാ ദിവസവും 5:30 കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് 5:30 എഴുന്നേറ്റ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനങ്ങൾ കൂടും, കാരുണ്യ പ്രവൃത്തി ചെയ്യും, ഷെയർ ചെയ്യും, വീഡിയോസ് ഉടമ്പടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. 3ാമതും ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ മാതാവ് വലിയ അനുഗ്രഹം തന്നതിന് നന്ദി പറയുന്നു. മാതാവിനെ കൂട്ടുപിടിച്ച ശേഷം എനിക്കെൻ്റെ ജീവിതത്തിൽ വിജയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മാതാവിനും ഉണ്ണീശോയ്ക്കും ഒരുപാട് നന്ദി. മുടക്കുള്ള എല്ലാ ദിവസങ്ങളിലും ഞാൻ കുർബാനയ്ക്ക് പോവും, കുമ്പസാരിക്കും, ജപമാല ചൊല്ലി ഒരുപാട് ജപമാല ഭക്തിയിൽ വളരാനും കഴിഞ്ഞു. ആദ്യം എനിക്ക് ഇത്രയും ജപമാല ഭക്തി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം എനിക്ക് വളരെയധികം ജപമാല ഭക്തിയുണ്ട്. ജപമാല ചൊല്ലിയില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. ജപമാല ഒരു ദിവസം കുറഞ്ഞു പോയാൽ പിറ്റത്തെ ദിവസം കൂടുതൽ ചെല്ലാൻ, ബൈബിൾ അതുപോലെ തന്നെ വായിക്കാൻ ഉള്ള വലിയൊരു ത്വര ഉള്ളിൽ മാതാവ് എനിക്ക് തരുന്നുണ്ട്.
ഉണ്ണീശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയണം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. സങ്കീർത്തനം 138 1-ാം വചനമാണ്. ദൈവത്തെ സ്നേഹിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത് സ്വകാര്യമായൊരു കാര്യമല്ല. ഉടമ്പടി ദൈവവുമായുള്ള ഒരു ജീവിത ബന്ധമാണ്. ദൈവത്തോടുള്ള പൂർണ്ണമായ വിശ്വാസവും ആത്മസമർപ്പണവുമാണ്. മറ്റുള്ളവർ എന്തു പറഞ്ഞാലും അവരുടെ മുമ്പിൽ ദൈവത്തെ തുറന്ന് സ്തുതിക്കുവാനുള്ള ധൈര്യവും ദൈവത്തിൻ്റെ മഹത്വം സാക്ഷ്യപ്പെടുത്തുകയുമാണ് കൃപാസനത്തിലെ ഓരോ ഭക്തരും ഓരോ സാക്ഷ്യമായിട്ട് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ സ്തുതിയായിരുന്നു. മാഗ്നിഫിക്കാറ്റ്, മൈ സോൾ മാഗ്നിഫൈസ് ദ ലോർഡ് എന്നാണ് അമ്മ പറഞ്ഞത്. അമ്മയുടെ മാതൃകയിൽ നമ്മുടെ ജീവിതവും ഒരു ദൈവത്തിൻ്റെ സ്തുതിയായി മാറ്റുക എന്നാണ് അമ്മയുടെ ആഗ്രഹം. ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവം കഴിഞ്ഞു നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കായിട്ട്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. നമുക്ക് സാധിക്കാത്ത കാര്യമാണ്, 10 വർഷമായിട്ട് സാധിക്കാത്തതാണ്. ഉടമ്പടിയിൽ നിയോഗമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ നടത്തി തരുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവത്തോട് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചോദിച്ചാലും നൽകുന്ന ഒരു ദൈവമാണ്. നമ്മുടെ കണ്ണുനീർ കണ്ട് ഐ ഹാവ് സീൻ യുവർ ടിയേഴ്സ് എന്നാണ് ഐസയുടെ പുസ്തകം, ഐസാ പ്രവാചന പുസ്തകം 38-ാമത്തെയും 5-ാം വചനം പറയുന്നത്. നിൻ്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു എന്നാണ്. കണ്ണുനീർ കാണുന്ന കൂടെയുള്ള ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ കൂടെയുള്ളത്. 10 വർഷത്തോളം പറ്റാത്ത കാര്യം, അസാധ്യമായ കാര്യമാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മകൾക്ക് ആ പ്ലോട്ട് വിൽക്കാൻ സാധിച്ചതും. പിന്നീട് രോഗസൗഖ്യം, അലർജി, അതും ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൾക്ക് രോഗസൗഖ്യം ലഭിച്ചതെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് നന്ദി പറയാം. ദൈവം നൽകുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും, ഓരോ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും കർത്താവ് നമുക്ക് കഴിഞ്ഞു നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാൻ നമുക്ക് മടിക്കേണ്ട. നമ്മൾ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനം പറയുന്നത് പോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. ഈ മക്കൾ ഉടമ്പടിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സാന്നിധ്യത്തിൽ വന്ന് നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്ന പോലെ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനെ ലജ്ജിക്കേണ്ടി വരികയില്ലെന്നാണ്. ഉടമ്പടി ജീവിതം നയിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ലജ്ജിക്കേണ്ടി വരികയില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുവാനും മഹത്വപ്പെടുത്തുവാനും ഉള്ള സാഹചര്യം ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും കഴിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾക്ക്, പ്രത്യേകിച്ചും നീനറ്റിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ.